ഹായ് ഫ്രണ്ട്സ്, ടെക് ഡോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. വാട്സാപ്പിലെ ചില ഫീച്ചേഴ്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ഫോൺ നമ്മൾ കുറേ സമയം നെറ്റ് ഓഫ് ആക്കിയിടുകയും പിന്നീട് നമ്മൾ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് വാട്സപ്പിൽ മെസ്സേജുകളെല്ലാം ഒരുമിച്ച് വരും. ഇങ്ങനെ ഒരുമിച്ച് മെസ്സേജ് വരുമ്പോൾ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലെ ചാറ്റുകളെല്ലാം ഇങ്ങനെ മാറി മറിയുന്നത് കാണാം. അതായത് അവസാനം വന്ന ചാറ്റായിരിക്കും ഏറ്റവും മുകളിലുണ്ടായിരിക്കുക. പിന്നെ മെസ്സേജ് വരുമ്പോൾ അത് താഴോട്ട് വരും. അങ്ങനെ നമ്മുടെ ചാറ്റ് ലിസ്റ്റ് ഇങ്ങനെ മാറിക്കളിക്കുന്നത് കാണാം. ഇങ്ങനെ മാറാതെ നമുക്ക് വേണ്ടപ്പെട്ട ചാറ്റുകളെ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും. ചാറ്റ് ലിസ്റ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഏത് ചാറ്റാണോ പിൻ ചെയ്യേണ്ടത് ആ ചാറ്റിനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ചാറ്റ് ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ പിന്നായിട്ടുണ്ടാവും. ഇങ്ങനെ ഇതുപോലെ നമുക്ക് 3 ചാറ്റ് വരെ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ഫീച്ചറാണ്, നമ്മുടെ ഗ്രൂപ്പ് അഡ്മിന്മാരെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സ് ഗ്രൂപ്പിൻ്റെ പേര് മാറ്റുന്നതും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐക്കൺ മാറ്റുന്നതൊക്കെ അഡ്മിന്മാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഗ്രൂപ്പ് ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതും ഗ്രൂപ്പിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നതും അഡ്മിന്മാർക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് നെയിമിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ എഡിറ്റ് ഗ്രൂപ്പ് ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് ബോക്സിൽ ആൾ പാർട്ടിസിപ്പൻസ് എന്നുള്ളത് മാറ്റി ഒൺലി അഡ്മിൻ എന്നത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഗ്രൂപ്പിൻ്റെ നെയിമോ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐക്കണും അഡ്മിൻസിന് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി വാട്സപ്പിൻ്റെ അടുത്തൊരു ഫീച്ചറാണ്, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുകയും പിന്നെ ആ പാർട്ടിസിപ്പൻസിൽ നിന്നും 1-2 ആൾക്കാരെ അഡ്മിനായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഗ്രൂപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മറ്റു അഡ്മിൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ അഡ്മിനെ പുറത്താക്കാറുണ്ടായിരുന്നു ആദ്യം. എന്നാൽ വാട്സപ്പിൽ വന്ന ഈ പുതിയ അപ്ഡേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളെ മറ്റ് അഡ്മിൻസിനും പുറത്താക്കാൻ സാധിക്കില്ല. ഈ ഫീച്ചർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ പാർട്ടിസിപ്പൻസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അഡ്മിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആളെ മറ്റ് അഡ്മിൻസിന് പുറത്താക്കാൻ സാധിക്കില്ല. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകളെ നമുക്ക് ബോൾഡ്, ഇറ്റാലിക്, മോണോസ്പേസ് തുടങ്ങിയ ഫീച്ചറുകൾ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഓപ്ഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് മെസ്സേജിനെ സെലക്ട് ചെയ്ത് പിടിക്കുക. അപ്പോൾ മുകളിൽ ഈ തരത്തിലുള്ള എല്ലാ ഓപ്ഷനുകളും കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.